my dear audience, നമ്മളുടെ ഇന്നത്തെ ദിവസത്തിലെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് നമ്മളിതാ കടക്കുകയാണ്. Now it's time to move on to the formal segment of today's celebration. So, every great institution grows with the guidance of inspiring leaders, dedicated teachers, and the constant support of well-wishers. And today, we are truly honored to have some distinguished personalities with us. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മൊമെൻറ്റിൽ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ആദരണീയരായ വിശിഷ്ടാതിഥികളെയും ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. Now let me take this moment to invite our esteemed guests to kindly come forward onto the stage. So, first and foremost, it's my great honor to invite someone whose vision and dedication have played a significant role in shaping this wonderful institution. So with great respect, may I invite Mr. Rajesh Sridhar, Director of Bambino, to kindly come forward and grace the stage. So my dear audience, നല്ലൊരു റൗണ്ട് ഓഫ് അപ്ലോസോട് കൂടെ തന്നെ സാറിനെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Next, I would like to invite a personality who has been a constant guiding force for both students and teachers. ഈ ഒരു മൊമെൻറ്റിൽ ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മിസ്സസ് ബിന്ദു രാജേഷ്, പ്രിൻസിപ്പൽ ഓഫ് ബാംപിനോ കിഡ്സ് വേൾഡ്, മാവേലിക്കര, ടു കൈൻഡ്ലി ജോയിൻ us on to the stage. രാജേഷ് സാറിനോടൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിനെ ഏറ്റവും മനോഹരമായിട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിന്ദു മാം തന്നെയാണ്. ഏറെ സ്നേഹപൂർവ്വം മാമിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Next, I would like to invite Mr. Srijathan, Director of Bambino, to kindly come forward onto the stage. വേദിയിലേക്ക് കടന്നു വരുന്ന വിശിഷ്ടാതിഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദയവായി നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കൂടെ എൻ്റർ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായി വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ, ലീഗൽ അഡ്വൈസർ ഓഫ് ബാംപിനോ, ടു കൈൻഡ്ലി കം ഫോർവേഡ് ആൻഡ് ജോയിൻ us on to the stage. Next, I would like to invite Mr. Denny P. Daniel, Director of Bambino International School, Karnagapalli. Ladies and gentlemen, let's give him a warm round of applause. Next, I would like to invite Mrs. Shelly P. Matthew onto the stage. മാമും നമ്മുടെ കരുനാഗപ്പള്ളി ബാംബിനോ ഇന്റർനാഷണൽ സ്കൂളിൻ്റെ ഡയറക്ടറാണ്. മാം, കൈൻഡ്ലി കം ഫോർവേഡ് ഓൺ ടു ദ സ്റ്റേജ്. അടുത്തതായിട്ട് ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് someone really special and close to our heart. Ladies and gentlemen, it is my honor to welcome Mr. Ravi Kiran, a renowned manufacturer of Channapatna wooden toys and a supplier of quality Montessori materials across India. അപ്പോൾ ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മുടെ ബാംപിനോ സ്കൂളിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് രവി സാറിൻ്റെ. ഏറെ സ്നേഹപൂർവ്വം സാറിനെ കൂടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Next, I would like to invite directors of Bambino, Kakinad, Mr. Vinod S. and Mr. Biju Kumar to come forward and join us on the stage. അവർ നമ്മളോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചു.
യെസ് സർ ഇസ് ഹിയർ. സാറിനെ ഏറെ സ്നേഹപൂർവ്വം നല്ലൊരു കൈയടികളോട് കൂടെ തന്നെ നമുക്ക് വെൽക്കം ചെയ്യാം. ഇനി ഈ ഒരു വേദി പങ്കിടുവാൻ വേണ്ടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ബാമ്പിനോയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്ലോസ് ടു ഹാർട്ട് നമ്മുടെ ഫൗണ്ടേഴ്സിനെ തന്നെയാണ്. ഫൗണ്ടേഴ്സ് ഓഫ് ബാമ്പിനോ കിഡ്സ് വേൾഡ് ഇന്റർനാഷണൽ മിസ്റ്റർ KN ശ്രീധരൻ ആൻഡ് മിസസ് വിജയമ്മ. നല്ലൊരു കരഘോഷത്തോടു കൂടെ തന്നെ ആൻറ്റിയെയും അങ്കിളിനെയും ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ രണ്ടുപേരുടെയും ഒരു വിഷൻ തന്നെയാണ് ഈ ഒരു ലെവലിലേക്ക് നമ്മളുടെ ബാമ്പിനോയെ വളർത്തിയെടുത്തത്. Next, I would like to invite the sweetest mother. നമ്മളുടെ ബിന്ദു മാമിൻ്റെ മദറാണ് മിസസ് പ്രഭ വിശ്വനാഥൻ ഓൺ ടു ദി സ്റ്റേജ്. അമ്മയെയും ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ബാമ്പിനോ കഴക്കൂട്ടം ഏറെ മനോഹരമായി ലീഡ് ചെയ്യുന്ന നമ്മളുടെ പ്രിൻസിപ്പൽ മിസസ് ബെറ്റി ഫിലിപ്പ് മാമിനെ ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ടുഗദർ വിത്ത് ദാറ്റ് നമ്മുടെ അക്കാഡമിക് ഹെഡ് ഓഫ് ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ മിസസ് റീന ജോർജ് ഏറെ സ്നേഹപൂർവ്വം മാമിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. So ladies and gentlemen, നമ്മുടെ ഡിഗ്നിറ്ററീസ് എല്ലാവരും തന്നെ ഈ ഒരു വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. Let's give them a warm round of applause. Thank you so much, dear dignitaries. So my dear audience, നമുക്ക് ഇവർക്കും അറിയാവുന്നതുപോലെ lighting the lamp symbolizes knowledge, positivity and new beginning. അപ്പോൾ നമ്മളുടെ ജ്ഞാനത്തിൻ്റെ പ്രകാശവും ഐക്യത്തിൻ്റെ സന്ദേശവും നൽകുന്ന ഒരു മനോഹരമായ ആചാരമാണ് തിരിതെളിയിക്കൽ എന്ന് പറയുന്നത്. സോ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് അവർ റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ടു കൈൻഡ്ലി കം ഫോർവേഡ് ആൻഡ് ലൈറ്റ് ദ ലാമ്പ്. അതിനു മുൻപായിട്ട് ഈ ഒരു തിരിതെളിയിക്കുന്നതിന് വേണ്ടി എനിക്ക് രണ്ട് പേരെ കൂടെ ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. To make this moment really special, I would like to call upon Master Rohan Rajesh, a first student of our first batch who has currently completed 10th grade. അപ്പോൾ ഏറെ സ്നേഹപൂർവ്വം റോഹൻ ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. You are really special to our Bampino Kids World. അതുപോലെ തന്നെ നമ്മളുടെ ബാമ്പിനോയുടെ ഹെഡ് ബോയെയും ഹെഡ് ഗേളെ കൂടെ ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മാസ്റ്റർ നിവേദ് ആർ നായർ ആൻഡ് മിസ് അനന്യ ദേവു. അപ്പോൾ നമ്മളുടെ എല്ലാ വിശിഷ്ടാതിഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ഈ ഒരു ലാമ്പ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് കടക്കാം. വിശിഷ്ടാതിഥികളും ദയവായി തങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. Here we have our first student of our first batch, Master Rohan Rajesh. ഇപ്പോൾ 10th എക്സാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് റോഹൻ.
Next here we have our founders of Bambino Kids World, Sridharan Sir and Vijayamma Ma'am. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമുക്ക് ഏവർക്കും ആശംസകൾ അറിയിക്കുന്നതിനായി നമ്മുടെ ബാംബനോ സ്കൂളിൻ്റെ ലീഗൽ അഡ്വൈസർ മിസ്റ്റർ മുജീബ് റഹ്മാൻ സാറിനെ ഏറെ ബഹുമാനപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയപ്പെട്ടവരെ, ബാംബിനോ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ 13ാമത് വാർഷികാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും രക്ഷകർത്താക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും ആദ്യമായി ആശംസകൾ നേരുകയാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രദേശത്തിൻ്റെ ചരിത്രം മാറ്റിയെഴുതുന്നതിൽ
വിദ്യാഭ്യാസ ചരിത്രം മാറ്റിയിടുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു കൊച്ചു കുട്ടികൾക്ക് പോലും കൃത്യമായി പറയുവാൻ കഴിയുന്ന മഹത്തരമായ ഒരു പേര് എന്നത് ബാംബിനോ എന്ന ആ മഹത്തായ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേരാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ അടുത്ത സമയത്ത് ചുനക്കരയിലുള്ള ചെറുപുഷ്പ എന്ന് പറയുന്ന CBSE സെൻട്രൽ സ്കൂളിൽ എൻ്റെ മകൾ അവിടെയാണ് പഠിക്കുന്നത്. അവിടുത്തെ അച്ഛനുമായിട്ട് പ്രിൻസിപ്പാളുമായിട്ട് കുറേ നേരം സംസാരിക്കാൻ ഇടയുണ്ടായി. അപ്പോൾ അദ്ദേഹം സാന്ദർഭവശാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതിഭകളായി വരുന്നവരിൽ 99% കുട്ടികളും വരുന്നത് ബാംബിനോയിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രമാത്രം ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഒരു CBSE സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ നമ്മളോട് സംസാരിക്കണമെങ്കിൽ എത്രമാത്രം കരുതലോടുകൂടിയാണ്, എത്രമാത്രം നല്ല ഒരു പുതിയ തലമുറയെ വിദ്യാഭ്യാസ തലമുറയെ വാർത്തെടുക്കുന്നതിൽ എത്രമാത്രം ബാംബിനോ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നി ആ നിമിഷത്തിൽ. ഒരുപക്ഷെ ബാംബിനോ ഒരു പതിറ്റാണ്ട് കാലം കഴിഞ്ഞ് 1.5 പതിറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അവകാശപ്പെടാനില്ലാത്ത വിധം ഒട്ടേറെ നേട്ടങ്ങളുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഒരുപക്ഷെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പോലെ വലിയ മന്ദിരങ്ങളൊന്നും തന്നെ കെട്ടിപ്പടുക്കാതെ ഏറ്റവും താഴേക്കിടയിൽ ഏറ്റവും ചെറുപ്പത്തിലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവനാവശ്യമായ വിദ്യാഭ്യാസവും അവൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളിലുള്ള കഴിവും വികസിപ്പിച്ചു കൊണ്ടുവരുന്നതിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം കാണിച്ചിട്ടുള്ള മാതൃകാപരമായ കാര്യം മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനവും ഈ നാട്ടിൽ ഇതേപോലെ കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. തിരുവനന്തപുരം മുതൽ അങ്ങ് ദുബായ് വരെ വളർന്നു കിടക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ശാഖകൾ ഒരുപക്ഷെ വരുന്ന തലമുറ ബാംബിനോയുടെ തലമുറയായിരിക്കും. കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മികവുറ്റ വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ ഒട്ടുമിക്ക ബാംബിനോയുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ തന്നെ പരിപാടികളിൽ ഇതേപോലെ പങ്കെടുക്കാറുണ്ട്. അവസാനം വരെ ആ കുട്ടികളുടെ കലാപരിപാടികളും പങ്കെടുത്തുകൊണ്ടാണ് മടങ്ങാറുള്ളത്. ആ കലാപരിപാടികളിൽ കുട്ടികൾ കാണിക്കുന്ന അവരുടെ കഴിവുകൾ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ തങ്ങളുടെ കുരുന്നുകളെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നതിൽ ഇത്തരത്തിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനം ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം കരുതലോടുകൂടി ഓരോ വിദ്യാർത്ഥിയോടും കാണിക്കുന്ന സ്നേഹം, അവരുടെ കരുതൽ, സുരക്ഷിതത്വം, ഇതൊക്കെ ഒരു മുഖമുദ്ര തന്നെയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി വ്യക്തിത്വ വികാസം. ഒരുപക്ഷെ നമുക്ക് ഒരു അത്ഭുതമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഏതൊരു കുട്ടിയാണെങ്കിലും, എത്രമാത്രം കഴിവില്ലാത്ത കുട്ടിയാണെങ്കിലും, അവൻ്റെ കഴിവിൻ്റെ പരിപൂർണതയിലേക്ക് ആ കുട്ടിയെ കൈപിടിച്ചുയർത്തി അവൻ്റെ ഒരു 5 വയസ്സ് 6 വയസ്സ് പ്രായപൂർത്തിയാകുമ്പോഴേക്കും അവനൊരു ഉത്തമ പൗരനായിട്ട് മാറുകയാണ് ബാംബിനോയിൽ പഠിച്ചു വളരുന്ന ഏതൊരു കുട്ടിയും. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മെച്ചമെന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് ധൈര്യപൂർവ്വം നമ്മുടെ കുഞ്ഞിനെ ഇവിടെ രാജേഷ് സാറിൻ്റെയും ബിന്ദുമാമിൻ്റെയും കൈകളിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ കുഞ്ഞിനെ 100% ഒരു ഏറ്റവും നല്ല ഉദാത്തമായ മറ്റൊരു മാതൃക പോലും ഇല്ലാത്ത വിധത്തിൽ ഏറ്റവും നല്ലൊരു കുട്ടിയായി വളർത്തിക്കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേഹവും നമുക്ക് വേണ്ട. അത്രമാത്രം കരുതലോടുകൂടിയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനവും അതിലെ ഓരോ അധ്യാപകരും തങ്ങളുടെ കുട്ടികളെ കാണുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം കഴിവ് ഓരോ വിദ്യാർത്ഥിയുടെയും കണ്ടെത്തി അവർക്ക് ആവശ്യമായ ഏത് മേഖലയിലാണോ അവർ കഴിവ് തെളിയിക്കുന്നത് ആ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നേട്ടമെന്ന് പറയുന്നത്. ഒരുപക്ഷെ 13 വർഷം കൊണ്ട് ബാംബിനോയിൽ പഠിച്ച് ജീവിതത്തിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് പോയിട്ടുള്ള ഒട്ടേറെ പേരെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഉന്നതമായ ശ്രേണികളിൽ നിൽക്കുമ്പോഴും തങ്ങൾക്ക് കിട്ടിയ ആ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം അതാണ് അവർ സ്മരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്.
കാര്യം നിങ്ങൾക്ക് ഇതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ബാംബിനോയെ പോലെയുള്ള മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അന്ന് ചേർക്കുവാൻ സാധിച്ചില്ല. ഒരുപക്ഷെ അങ്ങനെ അന്ന് ബാംബിനോയെ കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ പലപ്പോഴും പലരോടും ഉപദേശിക്കാറുണ്ട്, നിങ്ങളെ കുട്ടികളെ ഒരല്പം സാമ്പത്തികം ഒട്ടും തന്നെ, പ്രത്യേകിച്ച് പലരും നോക്കുന്നത് എങ്ങനെ വിദ്യാഭ്യാസം പൈസ ചുരുക്കി നമ്മൾ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാമെന്നുള്ളതാണ്. ഞാൻ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒന്നും തന്നെ എതിർക്കുന്നില്ല. ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിന്റെ പൊതുമേഖലാ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത്. നമ്മുടെ സർക്കാർ സ്കൂളുകളൊക്കെ തന്നെ ഏറെ മെച്ചപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ മിക്ക സ്കൂളുകളും ഹൈടെക്കായി. പക്ഷേ എങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായി നമ്മുടെ വിദ്യാർത്ഥിക്ക് വേണ്ട സുരക്ഷിതത്വവും അവന് കുരുന്നിനെ തന്നെ ആ വളരെ ചെറുപ്പത്തിലെ തന്നെ അവൻ്റെ കഴിവുകളെ വികസിപ്പിച്ചു കൊണ്ടുവരാനുള്ള അവസരം കൊടുക്കുന്നതിൽ ഒരുപക്ഷെ ഇവിടുത്തെ അധ്യാപകർ കൂടുതൽ പ്രഗത്ഭരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ കലാലയങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ നമുക്കൊരു പക്ഷേ ഇത്രയധികം ഇംഗ്ലീഷ് പഠിക്കുവാനോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് അതിനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ പണമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഇന്ന് ചിത്രം മാറിയിരിക്കുന്നു. ഇന്ന് സർക്കാർ സ്കൂളുകളിലും ഒരുപക്ഷെ നമ്മുടെ അംഗൻവാടികളിലടക്കം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, അതൊന്നും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ കുട്ടികളെ ജീവിതത്തിൻ്റെ ഏറ്റവും ഔന്നത്യമായ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, ജീവിതത്തിൽ നമുക്ക് എന്ത് നേട്ടവും നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും. നമ്മൾ അതിലേക്ക് വേണ്ടത് ഡെഡിക്കേഷൻ എന്ന ഒരു കാര്യം മാത്രമാണ്. ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടത് രണ്ടുപേരുടെ ജീവിതമാണ്. അതാണ് രാജേഷ് ശ്രീധറും ബിന്ദുമാമും. ഇവർ തങ്ങളുടെ ജീവിതം തന്നെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വേണ്ടി, ബാംബിനോ എന്ന് പറയുന്ന മെച്ചപ്പെട്ട ഈ കലാലയത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള രണ്ടുപേരാണ്. എവിടെയാണോ അതിൻ്റെ ഏറ്റവും പുതിയ സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്നത്, എവിടെയാണോ അതിൽ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം അതിൻ്റെ അധ്യാപകരെ കിട്ടുന്നത്, അതിലേക്ക് അത്തരത്തിലുള്ള അധ്യാപകരെ സെലക്ട് ചെയ്യുന്നതിനും അവർക്ക് വേണ്ട കോച്ചിങ് കൊടുത്തുകൊണ്ട് തങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരുവാനും ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാനുമായി ഇവർ കാണിച്ചിരിക്കുന്ന ഈ ഒരു ജാഗ്രത, ഒരുപക്ഷെ ആ ജാഗ്രതയോടെയാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. ഒരു തർക്കവും വേണ്ട. ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇനിയുള്ള നാളുകളിലും ഇത് കൂടുതൽ മെച്ചപ്പെട്ട ഉയർന്ന തലങ്ങളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഞാൻ മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു ഹയർ സെക്കൻഡറി തലത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. കാര്യം പലപ്പോഴും ബാംബുനോയിൽ പഠിച്ച കുഞ്ഞുങ്ങൾ പിന്നീട് പോകുന്നത് മറ്റു സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോഴാണ് പലപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. ഈ ഒരു നിലവാരം നിങ്ങൾക്ക് പിന്നീട് കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതിവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇനി ബാംബിനോ വരേണ്ടത് അടുത്ത വർഷം മുതൽ ബാംബിനോ പുതിയ ക്ലാസ്സുകളിലേക്ക്, അത് ഹയർ സെക്കൻഡറി തലം വരെ, +2 തലം വരെയുള്ള തലങ്ങളിലേക്ക് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറിച്ചു നടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കൂടുതൽ കരുത്തോടു കൂടിയുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരുപക്ഷെ കേരളത്തിൽ ഇത് ആദ്യമായി കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്നത് ഈ ബാംബിനോ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ പേരിൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവുകയില്ല. 100%. എത്രയോ ചെറുപ്പക്കാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. പല സ്ഥാപനങ്ങളിലും കരുനാഗപ്പള്ളി ഡെന്നി നേതൃത്വം നൽകുന്ന ബാംബിനോ, എറണാകുളത്ത് അതേപോലെ തന്നെ ഇപ്പോൾ ദുബായിൽ ആരംഭിച്ചിട്ടുള്ള ബാംബിനോ, ഇവിടങ്ങളിലൊക്കെ തന്നെ 100 കണക്കിന് കുട്ടികളെയാണ് ആ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ബാംബിനോയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ സ്വാഭാവികമായിട്ടും ആ കുഞ്ഞുങ്ങൾ നാളുകളിൽ വളർന്നു വരുമ്പോൾ നമുക്ക് അതിശയത്തോടു കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്രമാത്രം നന്നായി പെർഫോം ചെയ്യുന്ന ഒരു കുഞ്ഞാണല്ലോ, ഒരു മകനാണല്ലോ, മകളാണല്ലോ നമ്മുടേതെന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഈ മഹത്തായ സായം സന്ധ്യയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്കും മാതാപിതാക്കൾക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് മുജീബ് സർ ഫോർ ദോസ് ഇൻസ്പയറിംഗ് വേർഡ്സ്. ആൻഡ് സാറിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഒരു സ്കൂൾ എന്ന് പറയുന്നത് വെറും ഒരു പഠിക്കാനുള്ള സ്ഥലം മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ ഭാവി വാർത്തെടുക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ബാംബിനോ എന്ന് പറയുന്നത് എക്സാക്ട്ലി അതിനുള്ളൊരു റൈറ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ പാരൻസ് ചൂസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് അഗെയിൻ. നൗ ഈ ഒരു വേദിയിലേക്ക് ഞാൻ ഒരു വിശിഷ്ടാതിഥിയെ കൂടെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിൽ പലവർക്കും പരിചിതനും അതുപോലെ തന്നെ ഏറെ
നിലയിൽ അദ്ദേഹത്തിൻ്റെ കലകൾ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഐ വുഡ് ലൈക്ക് ടു കോൾ upon magician സാമ്രാജ് ടു പ്ലീസ് കൈൻഡ്ലി കം ഫോർവേഡ് ആൻഡ് ജോയിൻ us ഓൺ ദ സ്റ്റേജ്. സാറിൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ബാംബിനോ സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷനിൽ സാർ എത്തിച്ചേർന്നതിൽ തന്നെ ഒത്തിരി അധികം സന്തോഷം അറിയിക്കുകയാണ്. സോ സർ പ്ലീസ് കം ഫോർവേഡ് ആൻഡ് ജോയിൻ us. സർ ഈ വേദിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നമ്മുടെ ഈ ഒരു ഹാളിലേക്ക് അകത്തേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാമ്രാജ് സാർ എത്തിച്ചേരുന്നതേ ഉള്ളൂ. അപ്പോൾ എത്തിച്ചേർന്നു കഴിഞ്ഞിട്ട് നമുക്ക് അദ്ദേഹത്തെ കൂടി ഈ ഒരു വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സോ ഇൻ ദിസ് മൊമെന്റ് നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു കോൾ upon മിസ്റ്റർ രവി കിരൺ, manufacturer of Channapatna wooden toys, to say a few words. Sir, the stage is yours. Hello. Yeah. Hello, everyone. Very good evening. It's not related. Totally a different field rather than our school, actually. My name is Ravi Kiran. I am from Bangalore. And my company name is called Kaveri Handicrafts. If you have heard of manufacturing wooden articles and toys from generations, actually. It's 125 years old, and I am the fourth generation, and take that legacy. Happy to inform you. And we started around 15 years back Montessori materials, a certified Montessori materials. Nowadays you can see Montessori schools, play homes. So there are a different kind of education materials where they use and where they commit, okay, these are all the different materials in that. So like that, there are a lot of stuffs in the market actually. But to manufacturing, if you say, there are various specifications as per the requirements when we need to manufacture. Like say, it should include language, sensorial activities, mathematics, zoology, botany, different kind of activities actually. And it should be manufactured as per the precise kind of materials need for the children. I will take an example. When a child comes to a school in the first year, do you think that parents will put, okay, when they come to child, they will be asking, oh, the school has taught you ABCD already? Or your local language already you started? You will be asking the questions. Parents will be so enthusiastic to ask that. So they have started already writing, they expect in the Montessori level or LKG level itself. No. No, you should not expect that actually, because it's the mind is the children, the mind will be so blank that they should start recognizing the alphabets also, and it should go step by step process. So example, when we are in younger stages, I hope your schools we were doing like in the sand, we were practicing like A, B, something like that. So in the practical life method in the Montessori, we have one called as sandpaper, where we have stuck the alphabet in the sandpaper. We will touch and feel. So they should feel the alphabets in the early stages. So then only in their mind it will get registered. Example, when they touch, okay, this is the alphabet A means. So A means apple, B means ball. So these are the steps. They need to go through the process, and it takes lot of time for them also. And the second step, it will call pincer grip, we will say, like the hand grip. Many students or many children, you can see one child is writing very neatly handwriting and another child is not writing hand. Why? Because the pincer grip in the early stages is not given in many schools. So why I am relating all these things, I can say in the Bambino 13 to 14 years back, when school was started, I still remember Rajesh sir, the whole team came to our factory and they were like, no, we need to introduce all these things to in Mavalikara. This is the first school, we need to introduce everything. In the first time they have introduced in, I hope, in Mavalikara. So it's where we are
catering to many international schools all over India. I hope they were very particular. Bambino team, we need to introduce all these things. We have more than 500 plus activities like this. So they are very keen to introduce each and a child should not miss this. Sorry. So if you take in US or UK, wherever, all these schools are already practicing this Montessori method because of that result. So the Bambino was very particular stage. No, we need to introduce all these materials which help the child in an early stages, so that will overcome the challenges of the further, like the pincer grip maybe, or a hearing activities maybe, hand and eye coordination activities. Lot of things need to be given through materials only, not just the digital things. So they were very keen in the giving these materials. Till now I can say that every year Rajesh sir will call, Ravi, any materials has newly come up, so what we need to be done, so what need to be introduced. So the team is so energetic. I hope they will be touching soon another 100 schools like this. So God bless them. So thanks for inviting us, and thank you so much. Thank you. താങ്ക് യു സർ ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ്റ്റർ ശ്രീജിത്തൻ. നമ്മുടെ ബാംബിനോയുടെ വളർച്ചയിലും വിജയത്തിലൊക്കെ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളവർ തന്നെയാണ് നമ്മുടെ ഡയറക്ടേഴ്സ്. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ്റ്റർ ശ്രീജിത്തൻ ടു ഷെയർ എ ഫ്യൂ വേർഡ്സ്. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം ബാംബിനോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വർഷമാണ്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, കേരളത്തിലെ ഞങ്ങളുടെ 27ാമത്തെ സെൻറ്റർ 2 മാസം മുമ്പ് ഒരു ദിവസം 2 സെൻറ്റർ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ട വർഷമാണ്. ഒന്ന് അടൂരും ഒന്ന് കൊട്ടാരക്കരയും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ രവി പറഞ്ഞതുപോലെ താമസിയാതെ തന്നെ വളരെയധികം സെൻറ്ററുകൾ തുറക്കാൻ ബാംബിനോയ്ക്ക് ആകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിങ്ങൾ പേരൻസ് ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആൻസർ പറയണമെന്നില്ല, ഞാൻ തന്നെ പറയാം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഏത് വർഷമായിരിക്കും, എത്ര കാലയളവിലായിരിക്കും എന്നറിയാമോ? മനുഷ്യൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു 80% നടക്കുന്നത് എത്ര കാലയളവിലായിരിക്കും? അത് ഏകദേശം ഒരു 6 വയസ്സിനുള്ളിലായിരിക്കും. അപ്പോൾ 6 അല്ലെങ്കിൽ 7 വയസ്സിനുള്ളിൽ നമ്മുടെ കയ്യിൽ ഒരു ക്ലേ കിട്ടുന്ന പോലാണ്. ഒരു ക്ലേ നമ്മുടെ പീസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഏത് ഷേപ്പ് ഉണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന പോലെ നമുക്ക് ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? അതേപോലെയാണ് ഒരു കുഞ്ഞ് ഒരു സ്കൂളിലേക്ക് ഫ്രഷായിട്ട് വരുമ്പോൾ അതിൻ്റെ മനസ്സിലുള്ള ഷേപ്പ്, അതിനെ എങ്ങനെ ഷേപ്പാക്കി എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ കാലയളവിൽ, ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നടക്കുന്ന ആക്ടിവിറ്റീസാണ്. നമ്മൾ വിചാരിക്കും 10th അല്ലെങ്കിൽ 12th കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേരൻസ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു 9th സ്റ്റാൻഡേർഡ് മുതലാണ്. 9th സ്റ്റാൻഡേർഡ്, 10th സ്റ്റാൻഡേർഡ്, ഫസ്റ്റ് ആൻഡ് +1 ആൻഡ് +2. എന്തിനു വേണ്ടിയിട്ടാണ്? എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ ഡിസൈൻ സ്കൂൾസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ എത്രത്തോളം നിങ്ങൾ ഫോക്കസ്ഡ് ആണ് ഈ ചെറിയ കാലയളവിലുള്ള സമയത്ത്? ഒരു എക്സാമ്പിളോടെ പറയാം. ഇപ്പോൾ ഫിൻലൻഡ്, നെതർലാൻഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇങ്ങനെയൊക്കെയുള്ള ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഹയർ ക്ലാസ്സിലെ ഒരു ടീച്ചറിന് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ സാലറിയാണ് കിൻഡർ ഗാർഡനിലെ ടീച്ചേഴ്സിന് കിട്ടുന്നത്. പലർക്കും അറിയാമായിരിക്കും, നിങ്ങൾ വാട്സാപ്പിലൊക്കെ ഒരുപാട് ഇത് വരുന്നതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് വളരെ സയൻറ്റിഫിക്കലി പ്രൂവണാണ്, ഈ ഏജ് ഗ്രൂപ്പിലാണ് കുഞ്ഞുങ്ങളെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കേണ്ടത്. ആ ടൈമിൽ നമ്മൾ എങ്ങനെ മോൾഡ് ചെയ്യുന്നു അതായിരിക്കും അവൻ 40 വയസ്സാകുമ്പോഴോ 45 വയസ്സാകുമ്പോഴോ 60 വയസ്സാകുമ്പോഴോ ബിഹേവ് ചെയ്യുന്നതിൻ്റെ റീസൺ. അതായത് ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി റിയാക്ട് ചെയ്യുന്നത്? ദേഷ്യമാണോ അവൻ ആദ്യം വരുന്നത്, അതോ അത് കാമായിട്ട് ഹാൻഡിൽ ചെയ്യാനാണോ? എന്ത് വികാരമാണ് നിങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ വികാരം? അത് ഡിസൈഡ് ചെയ്യുന്നത് ഈ ചെറിയ കുട്ടിക്കാലത്ത് എങ്ങനെയാണോ അവനെ മോൾഡ് ചെയ്തത്, എങ്ങനെയാണോ അവനെ ഹാൻഡിൽ ചെയ്തത്,
അത് റിലേറ്റഡ് ആയിരിക്കും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചെറിയ കുട്ടിക്കാലം നമ്മൾ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ, ബെസ്റ്റ് മോൾഡിങ് ഈ ടൈമിലാണ് കൊടുക്കേണ്ടത്. അവിടെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും, എൻ്റെയും രാജ് സാറിൻ്റെയും വിദ്യുമാമിൻ്റെയൊക്കെ പാഷൻ ആയ ബാമ്പിനോ പ്രത്യേകതയുള്ളതാകുന്നത്. ഓരോ കുഞ്ഞിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയായിട്ടാണ്. ഇവിടെ പോലും നിങ്ങളോ ഞാനോ ഈ പോഡിയത്തിലിരിക്കുന്ന ആൾക്കാരോ ടീച്ചേഴ്സോ അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ. ഇവിടുത്തെ കിങ്ങും ക്യൂനും പ്രിൻസും പ്രിൻസസും എല്ലാം ഇവിടുത്തെ കുഞ്ഞുങ്ങളാണ്. അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാമ്പിനോയിൽ പ്രിൻസിപ്പളും മാനേജിങ് ഡയറക്ടറും ആയമാരും കെയർ ഗിവേഴ്സും ടീച്ചേഴ്സും എല്ലാവരും തന്നെ. ഇത് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് ബാമ്പിനോയിൽ. കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പം മിസ്റ്റർ മുജീബ് പറഞ്ഞ പോലെ തന്നെ വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ ഒരു മെത്തഡോളജി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇന്ന് കിൻഡർ ഗാർഡൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഏർലി എഡ്യൂക്കേഷനൊരു ബ്രാൻഡ് കേരളത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്ന ഒരു വാക്ക് എങ്ങനെയായിരിക്കണം ഒരു കിൻഡർ ഗാർഡൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വാക്ക് ബാമ്പിനോ തന്നെയായിരിക്കും. ആൻഡ് വി ആർ വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. ഇന്ന് എനിക്ക് പേരൻസിനോടുള്ള ഒരു റിക്വസ്റ്റ്, കൊച്ചു കുഞ്ഞുങ്ങളാണെന്ന് സ്റ്റേജിലേക്ക് വരാൻ പോകുന്നത്, ഈ പ്രായത്തിൽ നിങ്ങളെങ്ങനെയായിരുന്നു എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ ഈ സ്റ്റേജിൽ വന്ന് ഒരു പെർഫോം ചെയ്യാനുള്ള ധൈര്യമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ഓരോ മിസ്റ്റേക്ക് അവർ കാണിക്കുമ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, മിസ്റ്റേക്ക് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവരും ഒരു കുട്ടികളുണ്ട്. അതുകൊണ്ട് ഓരോ മിസ്റ്റേക്കിനും കൈയടിക്കുക, ഓരോ നല്ലതിനും കൈയടിക്കുക. കൂടുതൽ മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ കൂടുതൽ കൈയടിക്കുക. ഈ ഫസ്റ്റ് പ്രോഗ്രാമിൽ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ പാട്ട് പാടിയാണ് ഡാൻസ് ചെയ്തത്. ആ 2-2.5 വയസ്സുള്ളൂ എന്ന് ആലോചിക്കണം. പാട്ട് പാടിയാണ് ഡാൻസ് ചെയ്തത്. അതിലൊരാൾ ബബിൾസ് പിടിക്കുകയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. അപ്പം ആ ഒരു മൊമെൻ്റ് എന്ന് പറയാൻ നമുക്ക് അത് വീഡിയോയിൽ പിന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് നിങ്ങൾ ആ കുട്ടിയുടെ പേരൻ്റ് നോക്കുമ്പോൾ മനസ്സിലാവും, ആ കുട്ടി റിയലി എൻജോയിങ്. ഷീ ഡസൻറ്റ് കെയർ what is happening on the stage, who is sitting on the stage. She doesn't care. She simply enjoyed. That's what we want. So every parents, my request is make sure that clap for every mistake they are doing. Okay, thank you very much. Thank you, Srijit sir, for those wonderful words, and we truly appreciate your continued support and encouragement to the Bempino family. So at this moment, I would kindly request all the dignitaries to take your seats in the front rows. Once again, thank you so much for coming here and being part of this wonderful annual day celebrations. ഇവർക്കെല്ലാവർക്കും നല്ലൊരു കൈയടികളോടുകൂടെ തന്നെ നമ്മളുടെ മുൻനിരകളിലേക്ക് അവരെ ആനയിക്കാം. So ladies and gentlemen, now it's time to take a look back at the achievements and milestones of the past year
അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തിലെ വാർഷിക റിപ്പോർട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ഒരു വേദിയിൽ കാണാൻ പോകുന്നത്. നല്ല നമ്മളെല്ലാവരും ഇപ്പോൾ AI വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു കാലമാണ്. സോ ഇത്തവണത്തെ ആനുവൽ റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഈ ഒരു വേദിയിൽ കാണാവുന്നതാണ്. താങ്ക് യു. Distinguished guests, beloved parents, teachers, and dear students, a very warm good evening to all. Respected chief guests, distinguished guests, beloved parents, teachers, and dear students, a very warm good evening to all. It is my privilege to present the annual report for the academic year 2025-2026. The new academic year commenced on June 9th with renewed energy and enthusiasm. This year was marked by significant progress in infrastructure and academics. We proudly introduced our new building, Aura Sky, providing a modern and vibrant learning environment for our students. Academic excellence remained our top priority. We upgraded the Grade 5 classrooms and strengthened our science, IT, and computer lab facilities to meet evolving educational standards. A major highlight of this academic year was the introduction of artificial intelligence AI classes. By integrating AI into our curriculum, we have taken a progressive step towards preparing our students for the future, equipping them with essential technological skills and innovative thinking abilities. On 21st July, the school elections were held successfully, followed by the investiture ceremony where our young leaders took charge with responsibility and pride. Various school clubs were inaugurated to nurture creativity, leadership, and teamwork among students. Our much-awaited Talent Fiesta, held from 25th to 29th November, provided a vibrant platform for students to showcase their talents in arts, music, dance, drama, and literary events. Educational field trips to Amrita University and Krishnapuram Palace offered experiential learning opportunities beyond the classroom. We also focused strongly on extracurricular development. Special training sessions in karate and skating were conducted throughout the year, promoting discipline, physical fitness, confidence, and sportsmanship among our students. The space exhibition further encouraged scientific curiosity and innovation. The school tour and the exciting pajama party created joyful memories and strengthened the bond among students. Throughout the year, our students participated in various competitions and brought accolades to our institution, reflecting their hard work and the dedicated guidance of our teachers. As we conclude this successful academic year, we extend our heartfelt gratitude to our management, teachers, parents, and students for their unwavering support and cooperation. Together, we continue to strive for excellence and holistic development. Yes, that was a beautifully presented annual report over there. Now, as a token of our appreciation and gratitude, we would like to present a small memento. May I now invite Mr. Rajesh Sri, the Director of Bambino, to kindly present a memento to Advocate Mujib Rahman, the legal advisor of in recognition of his valuable guidance and support. ഏറെ സ്നേഹപൂർവ്വം രാജേഷ് സാറിനെയും അതുപോലെ തന്നെ നമ്മുടെ മുജീബ് സാറിനെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് തന്നെയാണ് നമ്മുടെ ലീഗൽ അഡ്വൈസർ മുജീബ് സാറിന് ഇങ്ങനെ ഒരു സമ്മാനം നൽകാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്. So ladies and gentlemen, let's give a warm round of applause on this very special moment. നമുക്ക് നല്ലൊരു കൈയടി ആവാം. Thank you so much. മുജീബ് സാറിന്റെ സപ്പോർട്ട് ഇനിയുമുള്ള വരും വർഷങ്ങളിലും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഏറെ പ്രതീക്ഷിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. So now we move on to a very special recognition. Awards are not just symbols of achievement. They are acknowledgements of dedication, leadership and vision. ഇനി നമ്മൾ ഈ ഒരു വേദിയിൽ നൽകാൻ പോകുന്ന അവാർഡ് വളരെയധികം സ്പെഷ്യൽ തന്നെയാണ്.
കാരണം അത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബാംബിനോയുടെ ഡയറക്ടേഴ്സിന് തന്നെയാണ്. മേ ഐ നൗ ഇൻവൈറ്റ് മിസ്റ്റർ ശ്രീജിത്തൻ, one of the directors of Bambino, to kindly present the Vidya Darshan School Award to Mr. Rajesh Sridhar and Mrs. Bindu Rajesh for their remarkable leadership and commitment to this institution. അപ്പോൾ സമ്മാനം നൽകുന്നതിന് വേണ്ടി ശ്രീജിത്ത് സാറിനെയും സമ്മാനം ഏറെ സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി രാജേഷ് സാറിനെയും ബിന്ദു മാമിനെയും കൂടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Bindu ma'am, kindly join us on the stage. Ladies and gentlemen, let's put our hands together for Rajesh sir and Bindu ma'am on this very special moment. ഇവരുടെ രണ്ടുപേരുടെയും വളരെ മനോഹരമായ ഒരു ലീഡർഷിപ്പ് കൊണ്ട് തന്നെയാണ് നമ്മുടെ ബാംബിനോ ഈ ഒരു വളർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. താങ്ക് യു സോ മച്ച് രാജേഷ് സർ ആൻഡ് ബിന്ദു മാം. And congratulations. So ladies and gentlemen, every institution has their own stories. നമ്മളുടെ സ്റ്റുഡൻസ് തന്നെ പ്രിപ്പയർ ചെയ്ത അവരുടേതായിട്ടുള്ള കലാരൂപങ്ങൾ, അവരുടെ കഥകൾ, പാട്ടുകൾ, ഈണങ്ങൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ മാഗസീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് മാഗസീൻ ലോഞ്ചാണ് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ മൊമെൻറ്റിൽ ഈ ഒരു വേദിയിൽ നടക്കാൻ പോകുന്നത്. സോ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം വി ആർ പ്രൗഡ്ലി ലോഞ്ചിങ് സ്കൂൾ മാഗസിൻ എലേരിയ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഏറെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി രാജേഷ് സാറിനെയും ബിന്ദു മാമിനെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ ആർട്ട് ക്ലബ് സെക്രട്ടറി ധ്രുപദ് എ, ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് മാസ്റ്റർ ധ്രുപദിനെ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഹി ഈസ് ദി ആർട്സ് ക്ലബ് സെക്രട്ടറി. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് നമ്മളുടെ എല്ലാവരുടെയും അറ്റൻഷൻ ഈ ഒരു സ്ക്രീനിലേക്ക് കൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. സോ ഹിയർ വി ഹാവ് അവർ ആർട്ട് ക്ലബ് സെക്രട്ടറി ഓവർ ഹിയർ. നമ്മളുടെ പ്രിൻസിപ്പലും ഡയറക്ടറും നമ്മോടൊപ്പം വേദിയിലുണ്ട്. So ladies and gentlemen, let's celebrate this proud moment with a great round of applause. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നിറഞ്ഞ നിമിഷം തന്നെയാണ് നമ്മളുടെ കുട്ടികളുടെ തന്നെ ഒരു മാഗസിൻ ഇവിടെ പ്രദർശനം ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്. So let's give a huge round of applause. So here we are officially releasing the magazine Eleria. Thank you so much, Master Draupal. താങ്ക് യു സർ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വേദിയിലേക്ക് കണ്ടാൽ അറിയാം നമ്മളുടെ ഒരു ക്വിക്ക് ബ്രീഫാണ് ഇവിടെ നമ്മളുടെ എലേറിയയെക്കുറിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് ടേക്ക് എ ക്വിക്ക് ലുക്ക് ഓൺ ടു ദ സ്റ്റേജ്. നമ്മുടെ കുട്ടികളുടെ തന്നെ കുഞ്ഞു മനസ്സിൽ തെളിഞ്ഞ ഓരോ പിക്ചേഴ്സും അതുപോലെ തന്നെ കഥകളും കവിതകളും ഒക്കെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു മാഗസിനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.
ദാറ്റ് വാസ് ഇൻഡീഡ് എ സൂപ്പർ പ്രൗഡ് മൊമെന്റ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾക്ക് എലേറയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും നല്ലൊരു കൈയടി നൽകാം. താങ്ക് യു സോ മച്ച്. So, every institution grows stronger with a great leadership and vision of dedicated educators. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ബാമ്പിനോ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്ത ഒരു പുതിയ ടീച്ചറിനെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വളരെ ചുരുക്കം കാലം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ടിനു മാമിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഏറെ സ്നേഹപൂർവ്വം ഞാൻ ബിന്ദു മാമിനെ സ്വാഗതം ചെയ്യുകയാണ്. മാം, ഹിയർ ഇസ് യുവർ സ്റ്റേജ്. Good evening all dignitaries, parents and my dear kids. എനിക്കറിയാം നിങ്ങളെല്ലാം ഭയങ്കര അക്ഷമരായിട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പ്രോഗ്രാമിലേക്ക് പോയാൽ മതി എന്ന് എല്ലാവരുടെയും ഫേസ് കണ്ടാൽ അറിയാം. ബട്ട് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടു, ഇവിടെ ലാമ്പ് ലൈറ്റിംഗ് ചെയ്യാൻ വന്ന കുട്ടിയാണ് ഈ സ്കൂളിലെ ആദ്യത്തെ കുട്ടി. അപ്പോൾ ആദ്യത്തെ കുട്ടി ഈ വർഷം അവരുടെ 10th ബോർഡ് എക്സാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 13 ഇയേഴ്സ് ഇത്രയും വർഷത്തെ ആ ഒരു വളർച്ച ബാമ്പിനോയിൽ ഉണ്ടായത് ഒരുപാട് പേരുടെ അതിൻ്റെ ഡെഡിക്കേഷനും ഒരുപാട് വിഷനും എല്ലാം കൂടി ചേർന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാമ്പിനോ വളരുകയാണ്. ഓരോ വർഷവും ബാമ്പിനോ പുതിയ അടുത്ത ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നു. അതിന് നമുക്ക് മോർ എഫക്റ്റീവ് ഹാൻഡ്സ് നമ്മുടെ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ പുതിയ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എല്ലാവർക്കും പുതിയതായിരിക്കില്ല, നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയാവുന്ന ആളായിരിക്കും. വളരെ അതായത് എഡ്യൂക്കേഷൻ രംഗത്ത് വളരെ ഒരു എന്താ പറയുന്ന ഒരുപാട് അതായത് എഞ്ചിനീയറിംഗ് കോളേജസിലൊക്കെ വളരെ വർഷങ്ങളിൽ വർക്ക് ചെയ്ത മോർ ദാൻ 2 കോളേജസ്. പിന്നെ മാം പറയും ബാക്കി എന്തൊക്കെയാണെന്ന്. ടിനു തോമസ്. ഷീ ഈസ് നോട്ട് ഓൺലി ആൻ എഡ്യൂക്കേറ്റർ, ഷീ ഈസ് വൺ ഓഫ് അവർ parent and a proud parent. I am inviting you, Tinu ma'am, on the stage. Please, ma'am. മാമിൻ്റെ കൂടി ആ ഗൈഡൻസ് ആയിരിക്കും ഇനി നിങ്ങളുടെ മക്കൾക്ക് മുന്നോട്ട് വരുന്ന വർഷങ്ങളിൽ കിട്ടുക. നിങ്ങളെല്ലാവരും മാമിനെ ഒന്ന് സ്വീകരിക്കുക. മാമിന് നിങ്ങളോട് 2 വാക്ക് പറയാം. Thank you, Bindu ma'am, for that warm introduction. Respected dignitaries, management members, dedicated parents, and our teachers, my tiny little blossoms, my children. A very good evening to one and all. Can I get a good evening? See, such a large crowd. Can I get a good evening? Thank you so much. എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ സായന വന്ദനം. When I stand on this position, I firstly thank God Almighty for this opportunity and this noble responsibility in raising our children towards a meaningful and bright future. I know you all are enjoying this beautiful evening and very eagerly trying to watch the performances of our children. So I won't be taking much time. But dear parents, deep from my heart, I would like to share something, not as a vice principal, but as a parent, an educator, a fellow traveler in the shared journey of our future generation. Do you know, parents, we could see at many places, in many institutions, in many occasions, in many situations, actually our children are not fully understood. പലയിടങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായി മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ചും പേരൻസ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. They are compared, they are labeled, they are pressured. See, they are labeled as naughty, ശ്രദ്ധക്കുറവുള്ളവൻ, മടിയൻ, പറഞ്ഞാൽ കേൾക്കാത്തവൻ, വീട്ടിലെ തലവേദന, ആൻഡ് സോ ഓൺ. ഇത്രയൊന്നും അല്ല, ആൻഡ് സോ ഓൺ. ബട്ട് യു നോ, children actually they are trying to say, someone please understand us. I believe that
Children are different with unique abilities. ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ്, വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്, വ്യത്യസ്ത കഴിവുകളുള്ളവരാണ്, വ്യത്യസ്ത സ്വപ്നങ്ങളുള്ളവരാണ്. If we are trying to mold them in one mold, ഒരേ അച്ചിൽ വാർത്തെടുക്കാൻ ശ്രമിച്ചാൽ അത് വിഫലമായ ഒരു ശ്രമം തന്നെയാണ്. But as a parent, I felt Bambino Kids World Montessori International School stays apart. Here, Bambino is not seeing children as marks, ranks, or just report cards. They are fully understanding the children. They are nurturing. They are getting an opportunity to discover who they are. I think, my dear parents, you would be agreeing with me when you are rewinding all the activities, wide variety of activities given to the children the last year. Just think of AI and robotics to widen their logical thinking, which is very helpful in their future. Just think of the school elections, which was conducted exactly like the real election procedure. Then industrial visit, even from a small age, this small age, they are getting that exposure. See, we don't got such exposure in graduation level itself. So our children are actually blessed. Apart from that, they are getting music, drama, see, fashion shows, virtual shows to widen their imagination, fireless cooking. So each and every activity, see, the pajama party, see, those experience we won't get through any textbooks. പാഠപുസ്തകങ്ങൾക്കപ്പുറം ചില പാഠങ്ങളുണ്ട്. കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ കമ്പാനിയൻഷിപ്പ്, സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ all those things, yeah, they are getting. And I must say, this is not happening accidental. അബദ്ധവശാൽ വരുന്നൊരു കാര്യമല്ല. We should appreciate, as parents, I'm standing here, as parents, we should appreciate the real pillars of this institution. Rajesh sir, always with a wide smile, and the real master brain, capable hands, and yes, as I said, always with a wide smile, welcoming everyone with folded hands. Again shows a quality, education, which is very important in this contemporary days. And if I say about Bindu ma'am, once my child, എൻ്റെ കുഞ്ഞിനെ ഒരു പ്രാവശ്യം അതും എൻ്റെ അമ്മയല്ലേ, like that she was saying, see, as a mother, I was, അതും എൻ്റെ അമ്മയല്ലേ, like that. I don't know, Bindu ma'am is over here, I can't see her, but I was shocked that day. Really, ma'am, I felt jealous upon you on that day. Then, yeah, Renuka ma'am joined the family. She created new aura and energy to the Bambino family. And Renju ma'am, the most appreciated pillar. I don't know what magic she has. She is equally respected and accepted by everyone. So definitely, we should appreciate their efforts. So I feel truly privileged to work alongside with such a powerful team, and I promise you to contribute the best with integrity, with sincerity, with commitment for the betterment of our children. And see, here we should acknowledge the teachers also. Last few days I was with the teachers. It is beyond the words, their efforts. So as a vice principal, this is my first request to you, my parents. Just give a round of applause for our teachers who works day and night. Can you please? നന്ദി. അതെ, ഈ ഒരു കയ്യടി മാത്രമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത് ടീച്ചേഴ്സിന്. Because teachers are the only one who enjoys when that students are reaching a height. ടീച്ചേഴ്സ് മാത്രമേ പറയത്തുള്ളൂ, ഞാൻ പഠിപ്പിച്ച കുഞ്ഞാണ്. അവർക്ക് മാത്രമേ ആ സന്തോഷമുണ്ടാവുകയുള്ളൂ. എപ്പോഴും നമ്മളോടൊപ്പം സന്തോഷിക്കാൻ ടീച്ചേഴ്സ് മാത്രമേ കാണത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും ഒരു ചെറിയ കാണും അല്ലേ. സോ ഡെഫിനറ്റ്ലി വി ഹാവ് ടു അപ്രീഷിയേറ്റ് ദം. സി, ഐ വാസ് വർക്കിംഗ് ആസ് പ്രൊഫസർ ഇൻ മെനി എഞ്ചിനീയറിംഗ് കോളേജസ് ഫോർ മെനി ഇയേഴ്സ്, ആൻഡ് there I got the appreciation, or the ever satisfied appreciation I got was, മാം കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. ഇത് കേൾക്കുന്നതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അപ്രീസിയേഷൻ അല്ലെ അവാർഡ് എന്ന് പറയുന്നത്. സോ
That is the spirit I bring here. That is the promise I am keeping here, and I would be trying my level best for our children. And parents, secondly, as I said, we should not have a regret that we fail to understand our child. നമ്മുടെ കുഞ്ഞിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പശ്ചാത്താപം ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. For that, we should spend some quality time. I'm saying this, ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, വീടും സ്കൂളും സമതുല്യമായാൽ മാത്രമേ കുഞ്ഞുങ്ങൾ ശക്തരായി വളരുള്ളൂ. You have chosen the best school. So we as parents should spend some quality time without judging, without correcting. കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാതെ, ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കാതെ, just listen to them. And I think reading could be the best thing. Just 10 months of reading could help them to face this world. ഒരു 10 മിനിറ്റ് വായന പോലും ഈ നെഗറ്റിവിറ്റി നിറഞ്ഞ ലോകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കും. സോ ഐ എം നോട്ട് എക്സ്റ്റെൻഡിങ്, ഐ എം കൺക്ലൂഡിങ്. ബാമ്പിനോടൊപ്പം ഈ യാത്ര തുടങ്ങുമ്പോൾ ഐ സീക്ക് യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും ആശീർവാദങ്ങളും എനിക്കേറെ വിലപ്പെട്ടതാണ്. സോ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ദൈവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് അവരുടെ ഭാവിയെ വാർത്തെടുക്കാം. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും സമൂഹത്തിനും ദേശത്തിനും കുടുംബത്തിനും നമുക്കും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്താൻ വേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കാം. So thank you. Thanks a lot. God bless all our children. Have a pleasant evening. Thank you. So thank you so much Chinu ma'am for that wonderful words. And ഒരിക്കൽ കൂടി ഏറെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ ബാംപിനോ ഫാമിലിയിലേക്ക് മാമിനെ സ്വാഗതം ചെയ്യുകയാണ്. And I'm sure that മാമിൻ്റെ ഡെഡിക്കേഷനും വിഷനും നമ്മളുടെ കുട്ടികളെ ഏറെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കുമെന്ന്. So we look forward to your dedication and support as the Vice Principal of Bambino Kids World.